നമസ്കാരം. ഇന്ന് ഇതുവരെ എത്തിയ സമഗ്രമായ വാർത്തകളുമായി 24 റൗണ്ട് അപ്പ് തുടങ്ങുകയാണ്. ആദ്യം പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. വിവാദ ചിത്രമായ ദി കേരള സ്റ്റോറിയുടെ പ്രദർശനത്തിൽ വിശദീകരണവുമായി സിറോ മലബാർ സഭ. മതസ്പർദ്ധ ഉണ്ടാക്കാനോ ചേരിതിരിവോ ലക്ഷ്യം വെച്ചല്ല ചിത്രം പ്രദർശിപ്പിച്ചത്. കുട്ടികൾക്കിടയിൽ പ്രണയക്കിണിയുമായി ബന്ധപ്പെട്ട അവബോധം വളർത്തുകയാണ് ലക്ഷ്യം. സെൻസർ ബോർഡ് അനുമതി നൽകിയ ചിത്രമാണ് ദ കേരള സ്റ്റോറി എന്നും സിറോ മലബാർ സഭ വക്താവ് ഫാദർ ആന്റണി വടക്കേക്കര പറഞ്ഞു. സെൻസർ ബോർഡ് പ്രദർശന അനുമതി കൊടുക്കുകയും 2023 മെയ് മാസം 5-ാം തീയതി രാജ്യമെമ്പാടും പ്രദർശിപ്പിച്ചു തുടങ്ങുകയും അതിനുശേഷം തിയേറ്ററുകളിലും അത് OTT പ്ലാറ്റ്ഫോമിലൊക്കെ വന്ന ഒരു സിനിമയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. എന്ത് കാണിക്കണം എന്ത് കാണിക്കരുത് എന്ന് മറ്റുള്ളവരല്ലല്ലോ തീരുമാനിക്കുന്നത്. ഒരു കാര്യം ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതിന് പുറകിൽ ഏതെങ്കിലും തരത്തിലുള്ള മതപരമായ സ്പർദ്ധ വളർത്തുകയെന്നോ അല്ലെങ്കിൽ വർഗീയമായ ചേരിതിരിവുകൾ ഉണ്ടാക്കുകയെന്നതോ രാഷ്ട്രീയപരമായ എന്തെങ്കിലും ലക്ഷ്യങ്ങളോ സഭയ്ക്കില്ല. അതുകൊണ്ട് തന്നെയും ഇതൊരു വിവാദമാക്കി വളർത്തിക്കൊണ്ട് പോകരുത് എന്നുള്ളതാണ് ഇതിനെക്കുറിച്ചുള്ള സഭയുടെ ആഗ്രഹവും ഇതുതന്നെയാണ് സഭ മുൻപോട്ട് വയ്ക്കുന്ന അഭ്യർത്ഥനയെന്ന് പറയുന്നത്. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. വിഷ്ണു, ഈ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി സഭയുടെ ഒരു വിശദീകരണം എന്തായിരിക്കും? സഭയുടെ അനുമതിയോടുകൂടി തന്നെ ആകാം ഇത് പ്രദർശിപ്പിച്ചത്, അല്ലാതെ അങ്ങനെ പ്രദർശിപ്പിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ വിശകലനങ്ങൾ വന്നിരുന്നു. ഇപ്പോൾ സഭ വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നു. സ്മിത, ഈ മാസം 5-ാം തീയതിയാണ് ഇടുക്കി അതിരൂപതയുടെ ഒരു പഠന ക്യാമ്പുമായി ബന്ധപ്പെട്ട് കേരള സ്റ്റോറീസ് പ്രദർശിപ്പിച്ചത്. അത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനെതിരെ രംഗത്തെത്തിയിരുന്നു. മതസ്പർദ്ധ വളർത്തുന്ന ഇത്തരം ചിത്രങ്ങൾ സഭയുടെ നേതൃത്വത്തിൽ പ്രദർശിപ്പിച്ചത് ശരിയായില്ല എന്നൊരു നിലപാടാണ് ഇരുവരും സ്വീകരിച്ചത്. എന്നാൽ ഇതിൽ ഔദ്യോഗിക വിശദീകരണവുമായി സിറോ മലബാർ സഭ തന്നെ രംഗത്തെത്തിയിരിക്കുന്നു. ഈ ചിത്രം പ്രദർശിപ്പിച്ച ഇടുക്കി രൂപതയുടെ നിലപാടിനെ ഒട്ടും തള്ളുന്നില്ല സിറോ മലബാർ സഭ. കാരണം തങ്ങൾ ഈ ചിത്രം പ്രദർശിപ്പിക്കാനുള്ള ഘട്ടത്തിൽ പ്രദർശിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം, സമൂഹത്തിൽ പ്രണയവുമായി ബന്ധപ്പെട്ട് ചില കെണികൾ നിലനിൽക്കുന്നുണ്ട്. അത് കുട്ടികളിലേക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള അവബോധം നൽകുക എന്ന ലക്ഷ്യത്തിൽ മാത്രമാണ് ഈ കേരള സ്റ്റോറീസ് എന്ന ചിത്രം തങ്ങൾ പ്രദർശിപ്പിച്ചത്. ഈ ചിത്രത്തിന് നിലവിൽ കേന്ദ്ര അനുമതി അല്ലെങ്കിൽ സെൻസർ ബോർഡിന്റെ അനുമതിയുണ്ട്. കഴിഞ്ഞ ദിവസം ദൂരദർശനിൽ ഉൾപ്പെടെ ചിത്രം പ്രദർശിപ്പിക്കുകയും ചെയ്തതാണ്. പിന്നെ എന്തുകൊണ്ട് തങ്ങൾക്ക് ഈ ചിത്രം തങ്ങളുടെ സഭയിൽ നടക്കുന്ന ഒരു പരിപാടിയുടെ ഭാഗമായി പ്രദർശിപ്പിച്ചുകൂടാ എന്നൊരു ചോദ്യമാണ് നിലവിൽ സഭാ നേതൃത്വം ഉന്നയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അതിരൂക്ഷ വിമർശനം വന്ന പശ്ചാത്തലത്തിൽ കൂടി രാഷ്ട്രീയ മറുപടിയായി കൂടി സഭയുടെ ഈ വിശദീകരണത്തെ നമുക്ക് കണക്കാക്കാം. തങ്ങളുടെ സഭയുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ അല്ലെങ്കിൽ അവിടെ എന്ത് പ്രദർശിപ്പിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം തങ്ങൾക്കുണ്ട്. അതിൽ പുറത്തു നിന്നുള്ള ആളുകൾ ഇടപെടുന്നതിൽ യുക്തിഭദ്രമല്ല എന്ന് സഭ പറയുന്നുണ്ട്. ഇത് ഒന്നാകെ ഒരു സമൂഹത്തിന് അല്ലെങ്കിൽ ഒരു ഇതര മതത്തിനെതിരെയുള്ള വൈരാഗ്യം വളർത്തുന്നതിന് വേണ്ടിയോ അല്ല തങ്ങൾ ഈ ചിത്രം പ്രചരിപ്പിച്ചത്. മറിച്ച് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് തങ്ങളുടെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക, അവരെ ഏതെങ്കിലും തരത്തിൽ അവർ ആ കെണിയിൽ വീടുകയാണെങ്കിൽ അവരെ അതിൽ നിന്ന് മോചിപ്പിക്കുക എന്നതായിരുന്നു തങ്ങളുടെ ലക്ഷ്യമെന്ന് സഭ വ്യക്തമാക്കുന്നു. നേരത്തെ ഈ ഇടുക്കി അതിരൂപതയ്ക്ക് പിന്തുണയുമായി താമരശ്ശേരി അതിരൂപത ഉൾപ്പെടെ വന്നിരുന്നു. എന്നാൽ സഭ വ്യക്തമാക്കുന്ന മറ്റു പ്രധാനപ്പെട്ട കാര്യം, ഔദ്യോഗികമായി ഈ ചിത്രം പ്രദർശിപ്പിക്കാൻ ഒരു തരത്തിലുള്ള നിർദ്ദേശവും സഭ നൽകിയിട്ടില്ല. പക്ഷേ ഏതെങ്കിലും രൂപതകൾ അത് പ്രദർശിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനെ തള്ളിക്കളയാൻ സഭ ഈ ഘട്ടത്തിൽ തയ്യാറാകുന്നില്ല എന്നാണ് ഈ വിശദീകരണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്മിത, ശരി. മതസ്പർദ്ധ ഉണ്ടാക്കാനോ ചേരിതിരിവോ ലക്ഷ്യം വെച്ചല്ല ചിത്രം പ്രദർശിപ്പിച്ചത്. കുട്ടികൾക്കിടയിൽ പ്രണയക്കിണിയുമായി ബന്ധപ്പെട്ട അവബോധം വളർത്തുകയാണ് ലക്ഷ്യം. സെൻസർ ബോർഡിന്റെ അനുമതിയുള്ള ചിത്രമാണ് ദ കേരള സ്റ്റോറി എന്നും സിറോ മലബാർ സഭ വക്താവ് പറയുകയായിരുന്നു. വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സഭ. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയായിരുന്നു. വിവാദ ചിത്രം ദ കേരള സ്റ്റോറി പ്രദർശനത്തിനെതിരെ യാക്കോബായ സഭ നിരണം ഭദ്രാസനം മുൻ അധിപൻ ഫാദർ ഗീവർഗീസ് കുർലോസ്. വിഷയത്തിൽ ചില സഭകളുടേത് പ്രതിഷേധാർഹമായ നടപടിയാണ്. ലവ് ജിഹാദ് എന്ന പ്രതിഭാസം നമ്മുടെ നാട്ടിലില്ല എന്ന് തെളിയിക്കപ്പെട്ടതാണ്. തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇത്തരമൊരു പ്രദർശനം നടത്തുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നും ഫാദർ ഗീവർഗീസ് കുർലോസ് വ്യക്തമാക്കി. ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം നമ്മുടെ നാട്ടിലില്ല എന്ന് തെളിയിക്കപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ്. ഒരു തെളിവും ആ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. നമ്മുടെ സർക്കാരും പോലീസ് സംവിധാനങ്ങളും കോടതിയും അത് ഒരു സംശയവുമില്ലാതെ തെളിയിച്ച ഒരു കാര്യമാണ് ലവ് ജിഹാദ് ഒരു യാഥാർത്ഥ്യമല്ല എന്നുള്ളത്. അങ്ങനെ ഒരു മിത്തുണ്ടാക്കി ഒരു വിദ്വേഷത്തിൻ്റെയും സംശയത്തിൻ്റെയും ഒരു സംസ്കാരവും രാഷ്ട്രീയവും ഇവിടെ പ്രചരിപ്പിക്കുവാനായിട്ട് ചില ശക്തികൾ മനഃപൂർവ്വം ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പ്രത്യേകിച്ചൊരു തെരഞ്ഞെടുപ്പിൻ്റെ മുഖത്ത് അങ്ങനെയൊരു പ്രദർശനം നടത്തുമ്പോൾ അത് ഒരു തെറ്റായ സന്ദേശമാണ് സമൂഹത്തിന്, ഒരു മതേതര സമൂഹത്തിന് നൽകുന്നത് എന്നുള്ള കാര്യത്തിന് എനിക്ക് യാതൊരു സംശയവുമില്ല.
ദുഃഖകരമായൊരു വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. തൃശൂർ വേലൂർ വെള്ളാറ്റഞ്ഞൂരിൽ മാതാവ് 3 മക്കളുമായി കിണറ്റിൽ ചാടി. 2 കുട്ടികൾ മരിച്ചു. 1 വയസ്സുകാരിയെ നാട്ടുകാർ രക്ഷപ്പെടുത്തി. മാതാവ് സയനയും രക്ഷപ്പെട്ടു. അശ്വിൻ പാലാഴി ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി. അശ്വിൻ, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? സ്മിത, വളരെ വിഷമകരമായൊരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 1:30 ഈ സംഭവം ഉണ്ടാകുന്നത്. കൃത്യമായി പറഞ്ഞാൽ വെള്ളാറ്റഞ്ഞൂർ പള്ളിക്ക് സമീപമുള്ള വീട്ടിലാണ് ഈ സയനയും കുടുംബവും താമസിക്കുന്നത്. അഖിൽ പൂന്തുറയിൽ എന്ന് പറയുന്ന ആളുടെ ഭാര്യയാണ് സയന. 28 വയസ്സാണുള്ളത്. അഖിൽ രാവിലെ എറണാകുളത്തുള്ള ജോലി സ്ഥലത്തേക്ക് പുറപ്പെട്ടതിന് പിന്നാലെയാണ് ഉച്ചയ്ക്ക് ഈ സംഭവം ഉണ്ടാകുന്നത്. താൻ മക്കളുമായി ജീവനെടുക്കുകയാണ് എന്ന് അയൽവാസികളോട് ഉറക്കെ വിളിച്ചു പറഞ്ഞ ശേഷം 3 മക്കളെയും കൂട്ടി കിണറിനരികിലേക്ക് പോയി 3 പേരെയും കൊണ്ട് ഈ കിണറ്റിലേക്ക് ചാടുകയായിരുന്നു. നല്ല ആഴമുള്ള കിണറാണ്, അത്യാവശ്യം വെള്ളവും ഉണ്ടായിരുന്നു. ഈ 2 കുട്ടികൾ കിണറ്റിൽ വീണ ഏകദേശം ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ മരണപ്പെടുകയും ചെയ്തു. ഇവരുടെ തന്നെ ജ്യേഷ്ഠ സഹോദരൻ, അതായത് ഈ സയനയുടെ ഭർത്താവിന്റെ ജ്യേഷ്ഠ സഹോദരൻ 16 വയസ്സുകാരനാണ് ഈ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടി ആദ്യം കിണറ്റിലേക്ക് ഇറങ്ങിയത്. അതിനുശേഷമാണ് ഫയർഫോഴ്സ് ഒക്കെ എത്തിയത്. അതുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം ഇച്ചിരി അല്പം താമസിക്കാൻ കാരണമായത്. എന്തായാലും ഈ 16 വയസ്സുകാരൻ അഭിനവ് തന്നെയാണ് 2 കുട്ടികളെയും ആദ്യം മുകളിലേക്ക് എത്തിച്ചത്. പക്ഷേ ആശുപത്രിയിലേക്ക് പോകും വഴി ഇരുവരും മരണപ്പെടുകയും ചെയ്തു. അഭിജയ്, 8 വയസ്സുള്ള അഭിജയും ഒപ്പം 5 വയസ്സുകാരനായ ആദിദേവുമാണ് മരണപ്പെട്ടത്. ഇവരുടെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. സയനയും ഒപ്പം 1.5 വയസ്സുകാരിയായ കുട്ടിയും മെഡിക്കൽ കോളേജിൽ തന്നെ ചികിത്സയിൽ തുടരുകയാണ്. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. സയനയ്ക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. കിണറ്റിൽ ചാടിയെങ്കിലും കഴുത്തറ്റത്തിന് താഴെ മാത്രമാണ് സയനയുടെ വെള്ളം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് സയനയ്ക്ക് പരുക്കോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. 2 കുട്ടികളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. 1.5 വയസ്സുകാരി ഇപ്പോൾ തൃപ്തികരമായ ആരോഗ്യാവസ്ഥയിലാണ് ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസ് എന്തായാലും മേൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. സ്മിത, അശ്വിൻ, ഈ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? എന്താണ് ഇങ്ങനെ ഒരു കൃത്യത്തിന് പ്രേരിപ്പിച്ചത് സൈനയെ എന്നുള്ള രീതിയിൽ? കാരണം 2 കുഞ്ഞുങ്ങൾ മരിച്ചു, അമ്മയും മറ്റൊരു കുഞ്ഞിനെയും രക്ഷിക്കാൻ കഴിഞ്ഞു എങ്കിൽ പോലും വളരെ ദാരുണമായ ഒരു സംഭവമാണ്. എന്താണ് ഈ സംഭവത്തിന് പിന്നിൽ എന്നുള്ളതിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ നമുക്ക്? സ്മിത, പോലീസ് ഈ സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇവരുടെ അയൽവക്കത്ത് താമസിക്കുന്നത് അവരുടെ ബന്ധുക്കൾ തന്നെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അവരുമായി കൂടുതൽ ആശയവിനിമയം നടത്തുന്നുണ്ട് പോലീസ്. ഒപ്പം സൈനയുടെ ഭർത്താവ് അഖിൽ എറണാകുളത്താണ് ജോലി ചെയ്യുന്നത്. ഇവർ തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളും പോലീസ് അന്വേഷിച്ചു വരികയാണ്. അഖിൽ എറണാകുളത്ത് നിന്ന് തൃശ്ശൂരേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും പോലീസ് ഇതിൽ വിശദമായ അന്വേഷണം നടത്തിയാൽ മാത്രമാണ് എന്താണ് ഇങ്ങനെ ഒരു കൃത്യത്തിലേക്ക് സൈനയെ വഴി നടത്തിയതെന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ടാവുകയുള്ളൂ. 28 വയസ്സാണ് സൈനയ്ക്കുള്ളത്. ഇവരുടെ 3 കുട്ടികൾ ഇന്ന് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. സ്കൂളിലേക്ക് അയക്കാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ വീട്ടിൽ തന്നെയാണ് ഇവരെല്ലാവരും ഉള്ളത്. എന്താണ് ഇതിന് പിന്നിലെ കാരണമെന്ന് നിലവിൽ അയൽവാസികൾക്ക് പോലും അറിയില്ല എന്നുള്ളതാണ് പോലീസും പ്രാഥമികമായുള്ള അന്വേഷണത്തിൽ പറയുന്നത്. വിശദമായ അന്വേഷണം തന്നെ വേണ്ടിവരും. എന്താണ് കാരണം എന്നുള്ള കാര്യത്തിൽ പറയാൻ എന്തായാലും പോലീസ്. തൃശ്ശൂരിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇപ്പോൾ വരുന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജിയിൽ കോടതി വിധി പറയുകയാണ്. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. അറസ്റ്റ് ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയിൽ വിധി പറയാൻ തുടങ്ങിയോ ബൽറാം? സ്മിത, കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകമായ വിധിയാണ് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയിലെ ജസ്റ്റിസ് സ്വർണകാന്ത് ശർമ്മ പ്രസ്താവിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യ ഘട്ടത്തിൽ തന്നെ ഇത് ഒരു ജാമ്യാപേക്ഷയല്ല കോടതിയുടെ പരിഗണനയ്ക്ക് വന്നത് എന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അറസ്റ്റ് ചോദ്യം ചെയ്തുള്ള ഹർജിയാണ് പരിഗണിച്ചത് എന്നും കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. തുടർന്ന് വാദിഭാഗവും പ്രതിഭാഗവും ഉന്നയിച്ച പ്രധാന വാദങ്ങൾ കോടതി ഇപ്പോൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നു. പ്രധാനമായും കെജ്രിവാളിന് എതിരായി തന്നെ വ്യക്തമായ തെളിവുണ്ട് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ ഗൂഢാലോചനയുടെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് ED അറിയിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ മദ്യനയ രൂപീകരണത്തിൽ മുഖ്യമന്ത്രി എന്ന നിലയിലും പാർട്ടിയുടെ കൺവീനർ എന്ന നിലയിലും കെജ്രിവാളിന് പങ്കുണ്ട് എന്നാണ് ED അറിയിച്ചതെന്ന് വിധിയിൽ വ്യക്തമാക്കിയിരിക്കുന്നു. ഒപ്പം തന്നെ കെജ്രിവാളിന്റെ അഭിഭാഷകൻ ഈ കേസിലെ മാപ്പ് സാക്ഷികൾ നൽകിയ മൊഴികളെയാണ് ചോദ്യം ചെയ്തിരുന്നത്.
ഒപ്പം തന്നെ ഈ മൊഴികൾ ഇവർ നൽകിയ മൊഴികളുടെ പകർപ്പുകൾ നൽകിയില്ല എന്ന ആക്ഷേപവും ഉന്നയിച്ചിരുന്നു. ഇക്കാര്യത്തിൽ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ഈ മാപ്പ് സാക്ഷികൾക്ക് സാധുതയുണ്ട് എന്ന് തന്നെയാണ്. കാരണം ഇത് കാലങ്ങളായി അനുവർത്തിക്കുന്ന രീതിയാണ്. മാപ്പ് സാക്ഷിയായി ഒരു പ്രതിയെ അംഗീകരിക്കുന്നത് ജുഡീഷ്യൽ നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് എന്നും 100-ലേറെ വർഷമായി ഈ രീതി തുടരുന്നുണ്ട് എന്നും കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. മാപ്പ് സാക്ഷികളുടെ വിശ്വാസ്യത കെജ്രിവാൾ ചോദ്യം ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇക്കാര്യത്തിൽ കോടതി വിധിയിൽ ഈ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടാതെ വിധിയുടെ ഈ മാപ്പ് സാക്ഷികൾ നൽകിയ മൊഴിയുടെ പകർപ്പുകൾ, രേഖകൾ നൽകിയില്ല എന്ന കെജ്രിവാളിന്റെ ആക്ഷേപത്തിൽ ഉചിതമായ സമയത്ത് പ്രതിക്ക് മാപ്പ് സാക്ഷി നൽകിയ തെളിവുകൾ ആവശ്യപ്പെടാമെന്നും ആ ഘട്ടത്തിൽ അത് ലഭ്യമാകും. ഇപ്പോൾ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്ന ഘട്ടമാണ് ഇപ്പോൾ എന്നുള്ളതാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. മാപ്പ് സാക്ഷികളെ തള്ളണം എന്നുള്ള കെജ്രിവാളിന്റെ വാദങ്ങൾ അത് കോടതി തള്ളിയിരിക്കുകയാണ്. മാപ്പ് സാക്ഷികളെ വിശ്വാസ്യത്തിൽ എടുക്കരുത് എന്നും അവരുടെ മൊഴി കണക്കിലെടുക്കരുത് എന്നുമുള്ള കെജ്രിവാളിന്റെ അഭിഭാഷകന്റെ വാദങ്ങൾ കോടതി തള്ളിയിരിക്കുന്നു. അന്വേഷണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് അന്വേഷണ ഏജൻസിയുടെ, അതായത് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വിവേചന അധികാരമാണ് എന്നുമാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ജസ്റ്റിസ് സ്വർണകാന്ത് ശർമ്മയുടെ ബെഞ്ചാണ് ഈ കെജ്രിവാളിന്റെ ഹർജിയിൽ ഇപ്പോൾ വിധി പ്രസ്താവിച്ചുകൊണ്ടിരിക്കുന്നത്. വിധി പ്രസ്താവം ഇപ്പോഴും തുടരുകയാണ്. സ്മിത. ബൽറാം, കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം, ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ദിവസങ്ങളാണ്. ഇലക്ഷൻ അടുത്തിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും പല കാര്യങ്ങളും EDയുടെ നടപടി അത് ഈ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് തന്നെയുള്ള ഒരു നടപടിയാണ്. രാഷ്ട്രീയ വൈരാഗ്യം കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസികൾ തീർക്കുന്നതാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ഹർജി സമർപ്പിക്കുമ്പോൾ EDക്കെതിരായ പരാതിയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ നോക്കിയാൽ ഒരു തിരിച്ചടിയാണോ എത്തുന്നത് എന്ന് നമുക്ക് സംശയം തോന്നിയേക്കും. കാരണം ആദ്യം തന്നെ പറഞ്ഞ കാര്യം ഈ മാപ്പ് സാക്ഷികൾ അവരെന്താണ് പറഞ്ഞത്, അതിൻ്റെ രേഖകൾ വേണം, ആ രീതിയിലൊക്കെ പറയുമ്പോൾ ഇത് വർഷങ്ങളായുള്ള ഒരു പതിവാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ മാപ്പ് സാക്ഷികൾ ആകുക എന്നുള്ളത് തീർച്ചയായിട്ടും ഇതൊക്കെ നടപടിക്രമങ്ങളുടെ ഭാഗമാണെന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. വീണ്ടും വാദം തുടരുന്നു. വളരെ നിർണായകമായ നിമിഷങ്ങളാണ് കടന്നു പോകുന്നത്. അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ച്, ആം ആദ്മി പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചെല്ലാം തന്നെ ഇലക്ഷൻ അടുത്തിരിക്കുന്ന ഒരു സമയം കൂടിയായതുകൊണ്ട് കോടതി വിധി നിർണായകമാണ്. ഈ വാർത്തയിലേക്ക് തിരികെ എത്താം. വീണ്ടും വാർത്തകളിലേക്ക്. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജിയിൽ കോടതി വിധി പറയുന്നത് തുടരുകയാണ്. ബൽറാം നെടുങ്ങാടി വീണ്ടും ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? കെജ്രിവാളിനെതിരെ തെളിവുണ്ട് എന്നുള്ള EDയുടെ വാദത്തിൽ ഹൈക്കോടതിയുടെ ഒരു നിലപാട് എന്താണ്? സ്മിത, ഈ വിധി കോടതി പ്രസ്താവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഓരോ വരികളും കെജ്രിവാളിന് എതിരാണ് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. മാപ്പ് സാക്ഷികളെ ഒഴിവാക്കണമെന്ന കെജ്രിവാളിന്റെ അഭിഭാഷകരുടെ ആവശ്യം തള്ളിയിരിക്കുന്നു കോടതി. ഒപ്പം തന്നെ ഈ മാപ്പ് സാക്ഷികൾ ഇലക്ടോറൽ ബോണ്ട് നൽകിയ കാര്യം കോടതിയിൽ അറിയിച്ചിരുന്നു. ഈ കാര്യം കോടതി അംഗീകരിച്ചിട്ടില്ല. ഇത് ഇലക്ടോറൽ ബോണ്ടോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് നടപടിക്രമങ്ങളോ സംഭാവനകളോ എല്ലാം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട വിഷയമല്ല എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരത്തിൽ ഒരു അറസ്റ്റും നടപടികളും ഉണ്ടായ കാര്യം അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് ആരോപിച്ചുകൊണ്ട് കെജ്രിവാളിന്റെ അഭിഭാഷകൻ ഈ അറസ്റ്റ് നടന്ന സമയത്തെയാണ് ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ അക്കാര്യവും കോടതി തള്ളിയിരിക്കുന്നു. കാരണം ഒരു കേസ് ഉണ്ടാവുകയും അതിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത് കേസുമായി ബന്ധപ്പെട്ട സ്വാഭാവിക നടപടിക്രമമാണ് എന്നും അതിന് തിരഞ്ഞെടുപ്പുമായി ബന്ധമില്ല എന്നുമാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും കെജ്രിവാളിന് സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഉണ്ടായ ഈ വിധി പ്രസ്താവം എന്നുള്ളത് കെജ്രിവാളിന് എതിരെ ആയി തന്നെയാണ് കോടതി വിലയിരുത്തുന്നത്. കെജ്രിവാളിന്റെ അഭിഭാഷകർ മുന്നോട്ട് വെച്ച വാദഗതികളെ ഓരോന്നിനെയും ഗണ്ണിക്കുകയാണ് കോടതി. ഈ രാഷ്ട്രീയമായ വാദങ്ങൾ കോടതിക്ക് മുന്നിൽ അപ്രസക്തമാണ് എന്നാണ് ഡൽഹി ഹൈക്കോടതി ജസ്റ്റിസ് സ്വർണകാന്ത് ശർമ്മ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ
അതുകൊണ്ട് തന്നെ ഏത് തരത്തിൽ ഒപ്പം തന്നെ കെജ്രിവാളിനെ വീഡിയോ കോൺഫറൻസ് വഴി അദ്ദേഹത്തെ ചോദ്യം ചെയ്യാമായിരുന്നു എന്ന വാദം ഉന്നയിച്ചിരുന്നു അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ. അക്കാര്യത്തിൽ ഏത് തരത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കേണ്ടത് അന്വേഷണ ഏജൻസിയാണ് എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രി എന്ന നിലയിൽ പ്രത്യേക പരിഗണനകൾ ഒന്നും തന്നെ കെജ്രിവാളിന് ലഭിക്കേണ്ടതില്ല എന്നും ഈ നീതിക്ക് മുന്നിൽ അല്ലെങ്കിൽ കോടതിക്ക് മുന്നിൽ എല്ലാവരും സമന്മാരാണ് എന്നുമാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. സാധാരണക്കാർക്ക് ഒരു നിയമമെന്നോ മുഖ്യമന്ത്രിക്ക് മറ്റൊരു നിയമമോ എന്നോ പരിഗണനയോ ഉണ്ടാകില്ല എന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. കൂടാതെ ഇത് രാഷ്ട്രീയ ആശയങ്ങളുടെ അടിസ്ഥാനത്തിലല്ല ഇത്തരത്തിൽ അന്വേഷണമോ കേസുകളോ വിധികളോ ഉണ്ടാകുന്നത് എന്നും ഈ കേസുകൾ അതിന്റെ വഴിക്ക് ആ അന്വേഷണ ഏജൻസി എങ്ങനെ അന്വേഷിക്കണമെന്നുള്ള അവരുടെ വിവേചനാധികാരമാണെന്ന് ഡൽഹി ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അതിന്റെ രാഷ്ട്രീയ പ്രേരണയിലോ മറ്റ് കാര്യങ്ങളിലോ ഇടപെടാൻ കോടതിക്ക് ആകില്ല എന്നാണ് ഡൽഹി ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഘട്ടം വരെ വിധി പ്രസ്താവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടം വരെ കെജ്രിവാളിന് തിരിച്ചടിയാകുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കെജ്രിവാളിന് എൻ്റെ അഭിഭാഷകർ ഉന്നയിച്ച വാദങ്ങളെ എല്ലാം തന്നെ കോടതി ഗണ്ണിച്ചിരിക്കുന്നു. രാഷ്ട്രീയ സാഹചര്യങ്ങൾ കേസിന്റെ മുന്നോട്ട് പോക്കിനെ ഒരു വിധത്തിലും ബാധിക്കില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ തീരുമാനമെടുക്കാനാകൂ എന്നും ഈ രാഷ്ട്രീയ വാദങ്ങൾ ഈ കോടതിക്ക് മുന്നിൽ അപ്രസക്തമാണ് എന്നുമാണ് ജസ്റ്റിസ് സ്വർണകാന്ത് ശർമ്മ വിധി പ്രസ്താവത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഈ കോടതിയിൽ വന്നുണ്ടായ ഓരോ പരാമർശങ്ങളും കെജ്രിവാളിന്റെ അഭിഭാഷകർ ഉന്നയിച്ച വാദഗതിക്ക് ഗണ്ണിക്കുന്ന തരത്തിൽ തന്നെയാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ കെജ്രിവാളിന്റെ ഈ പൂർണ്ണമായ ഉത്തരവ് ലഭ്യമാകും. അദ്ദേഹത്തിന് അനുകൂലമായ ഒരു വിധി ഉണ്ടാകുമോ അല്ലെങ്കിൽ കെജ്രിവാളിന് തിരിച്ചടിയാകുമോ എന്നുള്ളതാണ് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാകുന്നത്. പ്രധാനമായും ഈ ഹർജി പരിഗണിക്കുന്ന അല്ലെങ്കിൽ ഇതിൽ വിധി പറയുന്ന ഘട്ടത്തിൽ തന്നെ ഇത് ഒരു ജാമ്യാപേക്ഷയല്ല, മറിച്ച് അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്ന കെജ്രിവാളിന്റെ ഹർജിയിലാണ് വിധി പറയുന്നതെന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. രാഷ്ട്രീയ പ്രേരിതമായാണ് ഈ കേസ് ഉണ്ടായത് എന്നും അദ്ദേഹത്തിന്റെ അറസ്റ്റ് നടന്ന സമയം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള വാദങ്ങൾ കെജ്രിവാളിന്റെ മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ്വി മുന്നോട്ട് വച്ചിരുന്നു. ഇതിനെ കോടതി തള്ളിയിരിക്കുകയാണ്. രാഷ്ട്രീയവും കോടതിയും നിയമവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നും കോടതിക്ക് മുന്നിൽ അത് അപ്രസക്തമാണ് എന്നും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അറസ്റ്റ് ചെയ്യേണ്ട സമയക്രമമോ മറ്റ് നടപടികളോ എല്ലാം തന്നെ തീരുമാനിക്കാനുള്ള വിവേചനാധികാരം അന്വേഷണ ഏജൻസിക്കാണ്, അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനാണ് അക്കാര്യം തീരുമാനിക്കാനുള്ള അവകാശമുള്ളത് എന്നുമാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട കെജ്രിവാളിന്റെ അഭിഭാഷകൻ മുന്നോട്ട് വെച്ച വാദങ്ങൾ കോടതി ഓരോന്നായി തന്നെ കോടതി ബൽറാം, ഇതിൽ പ്രധാനമായും രണ്ട് കാര്യങ്ങൾ, ഈ അറസ്റ്റ് ചെയ്ത സമയം അല്ലെങ്കിൽ ഇഡിയുടെ ഈ നടപടിക്രമങ്ങൾ, അതിന്റെ സമയം, തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സമയം, അത് തീർച്ചയായും ഒരു രാഷ്ട്രീയ നീക്കത്തിന്റെ ഫലമാണ് എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അതങ്ങനെയല്ല, നിയമപരമായ രീതിയിൽ തന്നെയാണ് ഈ അറസ്റ്റ് ഉണ്ടായത്. തെരഞ്ഞെടുപ്പിന് അതുമായി ബന്ധമില്ലെന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇഡി സമർപ്പിച്ച തെളിവുകൾ മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിന്റെ പങ്ക് തെളിയിക്കുന്നത് തന്നെയാണെന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. ആ രീതിയിൽ വലിയൊരു തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഈ വിധി വിധി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നത്. ആം ആദ്മി പാർട്ടിക്കും അരവിന്ദ് കെജ്രിവാളിന്റെ പ്രവർത്തകർക്കും അരവിന്ദ് കെജ്രിവാൾ വലിയ പ്രതീക്ഷയിലായിരുന്നു ഇന്നത്തെ ഈ ഹർജി സമർപ്പിക്കുന്നത്. തീർച്ചയായിട്ടും വലിയ തിരിച്ചടിയാകുന്നു എന്ന് തന്നെ വേണ്ടേ മനസ്സിലാക്കാൻ. തീർച്ചയായും സ്മിത, കോടതിയിൽ നിന്നും ഏറ്റവും ഒടുവിലുണ്ടായിരിക്കുന്ന പരാമർശം കോടതികൾ ഭരണഘടനാപരമായ ധാർമ്മികതയാണ് പരിഗണിക്കുന്നത്, രാഷ്ട്രീയ ധാർമ്മികതയല്ല എന്നുള്ളതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ഒരു കേസിന്റെ സാഹചര്യം പശ്ചാത്തലത്തിലാണ് കോടതി ഇത്തരത്തിൽ പരാമർശം നടത്തിയിരിക്കുന്നത്. കെജ്രിവാളിന്റെ അഭിഭാഷകർ പ്രധാനമായും ഇതിന്റെ രാഷ്ട്രീയ ഇടപെടലുകൾ, രാഷ്ട്രീയ ഗൂഢാലോചന എന്നിവയാണ് പ്രധാന വിഷയമായി, ഈ അറസ്റ്റിനുള്ള പ്രധാന കാരണമായി എടുത്തു പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസ് ഒരു രാഷ്ട്രീയ
പ്രേരിതമാണ് കേസാണ് എന്ന് സമർത്ഥിക്കാനാണ് ശ്രമിച്ചത്. എന്നാൽ അക്കാര്യം കോടതി നിഷേധിച്ചിരിക്കുന്നു. അതായത് കെജ്രിവാളിന്റെ പ്രധാന വാദഗതികൾ തന്നെ കോടതി നിരാകരിച്ചിരിക്കുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസിലെ വിധി എന്നുള്ളത് ഏറെ നിർണായകമാണ്. ഈ കെജ്രിവാളിന്റെ ഹർജി അറസ്റ്റിനെതിരായ കെജ്രിവാളിന്റെ ഹർജിയിൽ വിധി പറയുകയാണ് ഡൽഹി ഹൈക്കോടതി. ആദ്യ മണിക്കൂറുകളിൽ ഈ വിധി വരുമ്പോൾ അത് വലിയ തിരിച്ചടിയാകുന്നു അരവിന്ദ് കെജ്രിവാളിന്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേർന്നത്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്.